ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ ദിവ്യ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളോട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും തമ്പിൽ കണ്ടതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? HSA ഫിസിക്കൽ സയൻസിന് മുൻപ് ഇനി കേറ്റഡ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര കേറ്റഡ് കാറ്റഗറി 3 എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ HSA ഫിസിക്കൽ സയൻസിന് മുൻപായിട്ട് നമുക്ക് കേറ്റഡ് എക്സാം കിട്ടും. അതെ, അതാണ് എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്നത്. നമുക്കറിയാം HSA ഫിസിക്കൽ സയൻസിന്റെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നവംബറോടുകൂടെ തീരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കേസ് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത് സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുവാണ്. ഏകദേശം നവംബർ ഡിസംബർ അപ്രോക്സിമേറ്റ്ലി ഒരു ജനുവരി ഫെബ്രുവരിയോട് കൂടെ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ HSAയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻപ് നമുക്ക് എന്തായാലും ഒരു കേറ്റഡ് എക്സാം കിട്ടും, അല്ലേ? കേറ്റഡ് എക്സാം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടുത്ത കേറ്റഡ് എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബറോട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു നവംബർ എക്സാം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മുൻപ് റിസൾട്ട് വന്നാൽ നമുക്ക് അടുത്ത HSA ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ മുൻപായിട്ട് ഒരു കേറ്റഡ് എക്സാം കിട്ടും. ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ പറയാനാണ് താല്പര്യപ്പെടുത്തുക, HSA ഫിസിക്കൽ സയൻസ് എക്സാമിന് മുൻപായിട്ട് ഒറ്റ എക്സാമേ ഉള്ളൂ, അല്ലേ? ഇത് ലാസ്റ്റ് ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന HSA ഫിസിക്കൽ സയൻസിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. നിർണായകമാണ്. നന്നായിട്ട് പഠിച്ചെഴുതുക, അല്ലാതെ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ കേറ്ററ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ കുറെ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, അടുത്ത HSAക്ക് മുമ്പ് ഒരു കേറ്ററ്റും കൂടെ വരുമോ എന്നുള്ള കാര്യം. നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, എന്തായാലും ഒരു കേറ്ററ്റ് എക്സാം തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഈ ഒരു കേറ്ററ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കാണ് HSA ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അതുപോലെ ഈ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ കുട്ടികൾ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, HSA അല്ലേ? ഇപ്പം ഞാൻ പറയട്ടെ, കുട്ടികൾ പലപ്പോഴും കേറ്റഡ് കാറ്റഗറി 3 കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ എഴുതാതെ വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഉത്തരവാണ്. അത് അവരെ തന്നെ ആശ്വസിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല, അല്ലെ? നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ പറയുന്നതാണ്. അതായത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, HSA അല്ലേ, വലിയ നിയമനവും നടക്കാൻ പോകണില്ല, LPUP പഠിച്ചാൽ പിന്നെയുണ്ട് രക്ഷ, HSAക്ക് ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം കുട്ടികളുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ സത്യാവസ്ഥയുണ്ടോ? അത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇപ്പൊ നടക്കുന്ന ഈ ഒരു റണ്ണിങ് ആയിട്ട് പോകുന്ന റാങ്ക് ലിസ്റ്റിന്റെ അഡ്വൈസ് ആണ്. ഏകദേശം ഒരു 845ഓളം അഡ്വൈസുകൾ ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോഴും അഡ്വൈസ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. കേസിൽ കിടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ കുറെ വേക്കൻസി ഫില്ല് ചെയ്യാതെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ടും 800ഓളം നമുക്ക് അങ്ങനെ നോക്കാം. ഏകദേശം 800ഓളം വേക്കൻസിയാണ് ഫില്ല് ചെയ്ത് പോയി. അതായത് സംസ്ഥാനത്തെ എല്ലാ അഡ്വൈസും ജില്ലാതലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ അതിൽ ഇതുവരെ 800-ലധികം അഡ്വൈസ് പോയി കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേസിൽ പെട്ട് കിടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അതിൽ നിന്നാണ് ഇത്രയും പേര് സർവീസിൽ കയറിയത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, HSAക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുമ്പം അത് ശരിയാവുമോ? ഒരിക്കലും ശരിയാവില്ല. അഡ്വൈസിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും അങ്ങനെ സംസാരിക്കുന്നത്. HSA ആണ് പാഷൻ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് HSA പഠിക്കാം. ഇപ്പൊ കുറച്ചുപേര് പറയാറുണ്ട്, എനിക്ക് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെ? ഇപ്പം ഞാനൊക്കെ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. എനിക്ക് ഇത്തിരി വലിയ ആൾക്കാരെ പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ വലിയ കുട്ടികളെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എടുത്തവർക്ക് സബ്ജക്ട് പഠിപ്പിക്കാൻ ഇഷ്ടമുണ്ടാവും. അതെ, പ്രത്യേകിച്ച് UPയിലൊക്കെ പോകുമ്പോൾ അവരോട് സബ്ജക്ട് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഈ HSA എന്ന് പറയുന്നതായിരിക്കും അവരെ സംബന്ധിച്ചുള്ളൊരു ഏറ്റവും മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം HSA എന്ന് പറയുന്ന വലിയൊരു അവസരമാണ്. ഇനി പോട്ടെ, പാക്കേജ് നോക്കൂ, അല്ലെ? എത്ര നല്ല പാക്കേജ് ആണ്. HSAക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും അവസരങ്ങൾ കൂടും എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ സബ്ജക്ട്സിൽ HSA ഫിസിക്കൽ സയൻസ് മാത്രം വിളിച്ചില്ല. ശരിക്കും HSA ഫിസിക്കൽ സയൻസ് ഒരു അഡ്വാൻറ്റേജ് സൈഡിലാണ്. കാരണം ഈ ഒരു ജൂണോട് കൂടി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ടോട്ടൽ അധ്യാപകർക്കിടയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് 6000 വേക്കൻസിയാണ്. തീർച്ചയായിട്ടും അവിടെ HSA വരും. അതുപോലെ തന്നെ സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി, അതും നമുക്ക് എന്താണ് അടുത്ത ഒരു റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷിച്ചാൽ മതി. അതൊക്കെ ഉൾപ്പെട്ട ഒരു ലിസ്റ്റ് ആയിരിക്കും ഇനി വരുന്ന HSA എന്ന് പറയുന്നത്. അപ്പോ വീണ്ടും അവിടെ നിയമന സാധ്യത കൂടുതൽ തന്നെയാണ്, കുറയുന്നേ ഇല്ല. പക്ഷെ ഇതൊന്നും ഉദ്യോഗാർത്ഥികൾ ബോധേഡ് അല്ല. കേറ്ററ്റ് BEdും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനും PG ഉള്ളവർ പോലും
K2-ൽ തൃപ്തിപ്പെട്ട് LP UP നോട്ടിഫിക്കേഷനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ നിങ്ങൾക്ക് മുന്നിലുള്ള വലിയൊരു അവസരമാണ് Ktet കാറ്റഗറി 3 എഴുതിയെടുത്ത് HSA ഫിസിക്കൽ സയൻസ്. പ്രത്യേകിച്ച് അത് ഫിസിക്കൽ സയൻസുകാരുടെ മാത്രം ഒരു ലക്കെന്നൊന്നും അല്ല പറയാൻ പറ്റുക, ഒരു അവസരമാണ് അല്ലേ. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല പേ സ്കെയിലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. പക്ഷെ അതിലേക്കുള്ള ഒരേ ഒരു തടസ്സം എന്താണ്? Ktet കാറ്റഗറി 3 നേടാതിരിക്കുക, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാതെ പോകുക എന്നുള്ളതാണ് അതിലേക്കുള്ള തടസ്സം. ഫിസിക്കൽ സയൻസ് കഴിഞ്ഞ കുറച്ച് നാളത്തെ എക്സാം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പാറ്റേൺ ചേഞ്ച് വരുന്നൊരു എക്സാമാണ്. പിന്നെ K3 എന്ന് പറയുന്നത് K2 അല്ലെങ്കിൽ K1 പോലെയല്ല. അവിടെ വളരെ വ്യക്തമായൊരു പഠന സ്ട്രാറ്റജി നമുക്ക് വേണം. കാരണം അവിടെയുള്ള സബ്ജക്ട്സിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഉണ്ട്, നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ പെഡഗോജി ഉണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ഓർ മലയാളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് K1 K2 സൈക്കോളജി അല്ല കേട്ടോ. അതിൽ അഡോളസെന്റ് സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലേണിംഗ് തിയറി എല്ലാം വരുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട സൈക്കോളജിയാണ് അവിടെ ചോദിക്കുന്നത്. 40 മാർക്കിന് ചോദിക്കുന്ന സൈക്കോളജിയിൽ കൃത്യമായിട്ട് അവിടെ വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നമ്മൾ K1 K2 കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല, നല്ല ക്വസ്റ്റ്യൻസ് തന്നെ അവിടെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഉണ്ട്. പിന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ 50 മാർക്ക് നമ്മളുടെ സബ്ജക്റ്റും 30 മാർക്ക് പെഡഗോജിയും. അവിടെ വീണ്ടും ഫിസിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ 25 മാർക്ക് ഫിസിക്സും 25 മാർക്ക് കെമിസ്ട്രിയും വരും. പെഡഗോജിയും അതുപോലെ തന്നെ 15 എന്നുള്ള രീതിയിൽ വരും. അതായത് ഇവിടെ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റെന്താന്ന് വെച്ചാൽ K1 K2-നും K3-ക്കും കൂടെ അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതായത് ചിലർക്കുണ്ടല്ലോ K2 കിട്ടിയിട്ടുണ്ടാവും, അപ്പൊ അവർ ആ ഒരു ലെവലിൽ തന്നെ കൺസിഡർ ചെയ്യും, ഇനി ഇത് എനിക്ക് തന്നെ പഠിച്ചെടുക്കാം, അങ്ങനെ ഒരു രീതിയിൽ പോകും. പക്ഷെ നമ്മളെ K2-ന്റെ സൈക്കോളജി, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ K2-ന്റെ സൈക്കോളജി പഠിക്കുന്ന പോലെ ഒരിക്കലും K3-യുടെ സൈക്കോളജി പഠിച്ചിട്ട് കാര്യമില്ല. അതെ, അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആനെ ഓർമ്മ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പഠന സ്ട്രാറ്റജി വേറെ ആയിരിക്കണം, പഠന രീതി വേറെ ആയിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. കാരണം മറ്റൊരു സബ്ജക്റ്റുകാർക്കും ഇല്ലാത്തൊരു അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. വളരെയധികം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. വെറും 2-3 മാസം നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ച് മാർക്ക് കയറാൻ പറ്റും. അവിടെ സൈക്കോളജി പോലുള്ള വിഷയങ്ങൾ, ഇപ്പം ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ മിനിമം 20 മണിക്കൂർ ലാസ്റ്റ് മാത്രം ഞങ്ങൾ ലൈവ് കൊടുക്കും. അത് കൂടാതെ ടോപ്പിക് വൈസ് ലൈവ്സ് ഞങ്ങൾ വേറെ കൊടുക്കും. സൈക്കോളജിക്ക് മാത്രമായിട്ട് എക്സ്ട്രാ 20 hours ഞങ്ങൾ ലൈവ് കൊടുക്കും. അതുകൂടാതെ ലാംഗ്വേജും സബ്ജക്റ്റും എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളോ പറയുന്നത് പോലെ പഠിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് Ktet കാറ്റഗറി 3 ക്ലിയർ ചെയ്യാൻ പറ്റും. ഡെയിലി വർക്കൗട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്ട് വൈസിലും ഡെയിലി വർക്കൗട്ട്, അതൊക്കെ കുട്ടികൾ പറയാറുണ്ട്, വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പറയാറുണ്ട്. അതുപോലെ ഈ K3 ഇപ്പൊ കുറെ പേര് നിരാശപ്പെട്ടിരിക്കുമായിരിക്കും, K3 കിട്ടിയില്ല എന്ന് പറഞ്ഞ്. അപ്പൊ അവര് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം K3 കഴിഞ്ഞ ഉടനെ നമുക്ക് HSA ഫിസിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങാം. അപ്പൊ HSA ഫിസിക്കൽ സയൻസിന്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ K3 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. Ktet കാറ്റഗറി 3 എവിടെയെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ദിവ്യ മിസ് ആണ് അതിന്റെ മെന്റർ. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം യമുന മിസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സ്, നൈസ്മുൻ സർ ഉണ്ട്, ഫിസിക്സിൽ ഹരിത മിസ് ഉണ്ട്, രേഷ്മ മിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അധ്യാപകർ നമ്മളോടൊപ്പം ടീച്ചേഴ്സ് ആണ്. കാരണം അവർക്കറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട് ഞങ്ങളുണ്ട്. എന്ത് പഠിച്ചാൽ പാസ്സാകും അത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഇവിടെ അധ്യാപകരുണ്ട്. എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഫ്രീ ക്ലാസ്, Ktet കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന് ഒരു ഫ്രീ ക്ലാസ്സും അവൈലബിൾ ആണ്. കൃത്യമായി പഠന സ്ട്രാറ്റജികളും ക്വസ്റ്റ്യൻസും എല്ലാം പരിചയപ്പെടുന്ന ഒരു ഫ്രീ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിന്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8589083568 എന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു, ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എത്ര ദിവസത്തെ ടൈം ടേബിൾ ആണ് ഇപ്പോൾ നമ്മൾ പോകാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? 90 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരെ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ആഴ്ചത്തെ ലൈവ് ക്ലാസ്സസിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഓണം കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലൊരു മൂഡിലിരിക്കുകയാണ്, നല്ലൊരു വൈബിലിരിക്കുകയാണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. അടുത്ത Ktet കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും, HSA നമ്മൾ പിടിക്കുകയും ചെയ്യും. ശരിയല്ലേ? അപ്പൊ സെറ്റാണ്. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.